നമസ്കാരം. രാസലഹരി കേസിൽ അറസ്റ്റിലായ റിൻസി മുംതാസിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് പിടികൂടിയ ലഹരി കൊമേഴ്സ്യൽ അളവിലല്ലായിരുന്നുവെന്നത് പരിഗണിച്ച്. ജൂലൈ 9-നാണ് റിൻസി മുംതാസിനെയും സുഹൃത്തായ യാസർ അറാഫത്തിനെയും കൊച്ചിയിലുള്ള ഫ്ളാറ്റിൽ നിന്ന് 22.55 ഗ്രാം MDMA അടക്കം പിടികൂടിയെന്ന ആരോപണത്തിൽ അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഫോറൻസിക് ലാബ് റിപ്പോർട്ടിൽ പിടിച്ചെടുത്ത വസ്തു MDMA അല്ലെന്ന് കണ്ടെത്തി. പിടിച്ചെടുത്തത് മെത്താഫെറ്റമിൻ എന്നായിരുന്നു പരിശോധനാ ഫലം. പിടികൂടിയ ലഹരി കൊമേഴ്സ്യൽ അളവിലല്ലായിരുന്നു. ഇക്കാര്യം പരിഗണിച്ചാണ് കോടതി റിൻസിക്ക് ജാമ്യം അനുവദിച്ചത്. അതായത് ലഹരിയുമായിട്ടാണ് റിൻസി അറസ്റ്റിലായതെന്ന് സാരം. റിൻസിയുടെ അറസ്റ്റിന് ശേഷം പല വിവരങ്ങളും പോലീസിന് കിട്ടിയിരുന്നു. എന്നാൽ ഇതിലേക്കൊന്നും അന്വേഷണം നീണ്ടതുമില്ല. സിനിമാ മേഖലയിലുള്ളവർക്ക് രാസലഹരി വിൽപ്പന നടത്തിയെന്നതാണ് ഇവർക്കെതിരെ ഉണ്ടായ പ്രധാന ആരോപണം. കാക്കനാടിന് സമീപം പാലച്ചുവടുള്ള ഫ്ളാറ്റിൽ നിന്നാണ് റിൻസിയെയും ആൺ സുഹൃത്തിനെയും പോലീസ് പിടികൂടുന്നത്. സിനിമാ പ്രൊമോഷൻ വർക്കുകളിലും റിൻസി പ്രവർത്തിച്ചിരുന്നു. ആടുജീവിതം, കാട്ടാളൻ, മാർക്കോ എന്ന ചിത്രങ്ങളുടെ പ്രൊമോഷൻ വർക്കുകളിലാണ് റിൻസി പ്രവർത്തിച്ചത്. ഉണ്ണി മുകുന്ദന്റെ പേഴ്സണൽ മാനേജറാണ് റിൻസി എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഉണ്ണി മുകുന്ദൻ തന്നെ ഇത് നിഷേധിച്ച് രംഗത്ത് വന്നിരുന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ റിൻസി മുംതാസ് പിടിയിലായതിനു ശേഷം നിർണായക വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. യുവതിക്ക് സിനിമാ മേഖലയിലെ പ്രമുഖരുമായി ബന്ധമുണ്ടെന്നും പോലീസ് കണ്ടെത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. സിനിമാ പ്രൊമോഷൻ പരിപാടികളുടെ പേര് പറഞ്ഞ് താരങ്ങൾക്കുൾപ്പെടെ ലഹരി എത്തിച്ച് നൽകുന്നതായിരുന്നു റിൻസിയുടെ ജോലി എന്ന് പോലും വിലയിരുത്തിലെത്തി. സിനിമാ മേഖലയിലെ ഡ്രഗ് ലേഡി എന്നായിരുന്നു യുവതി അറിയപ്പെട്ടതെന്ന് പ്രമുഖ മാധ്യമങ്ങളും വാർത്ത നൽകി. റിൻസിയുടെ അറസ്റ്റിന് ശേഷം ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലും വൻതോതിൽ ലഹരി ഒഴുകിയതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിക്കുകയും ചെയ്തുവെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. ലഹരി ഇടപാടുകാരുമായി റിൻസി നടത്തിയ ചാറ്റുകളും പുറത്തു വന്നു. ലഹരി കൈമാറിയ സിനിമാ താരങ്ങളുടെ പേരുകൾ റിൻസി പോലീസിന് നൽകിയിട്ടുണ്ടെന്നും പ്രചരണമെത്തി. ക്രിപ്റ്റോ കറൻസി വഴിയുള്ള ഇടപാടുകൾ നടത്തിയെന്നും വിലയിരുത്തലെത്തി. പക്ഷേ ഇതിലേക്കൊന്നും അന്വേഷണം നീണ്ടില്ല. ഇതിന് പിന്നിൽ വലിയ ഇടപെടലുണ്ടെന്നാണ് വിലയിരുത്തൽ. യൂട്യൂബിലെയും ഇൻസ്റ്റഗ്രാമിലെയും താരമാണ് കോഴിക്കോട് ഫറൂഖ് സ്വദേശിനിയായ റിൻസി മുംതാസ്. മലയാള സിനിമയിലെ യുവതാരങ്ങൾക്കിടയിൽ സുപരിചിതയുമാണ്. അടുത്ത കാലത്തിറങ്ങിയ പല ചിത്രങ്ങളുടെയും പ്രമോഷനും മറ്റ് പ്രചാരണ പരിപാടികളും ഏറ്റെടുത്ത് നടത്തിയിരുന്നത് റിൻസിയായിരുന്നു. സെറ്റുകളിലും പ്രമോഷൻ പരിപാടികളിലും റിൻസി സജീവമായിരുന്നു. യുവതിയുടെ സഹായിയായാണ് യാസർ അറാഫത്ത് പ്രവർത്തിച്ചതെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു. ലഹരി എത്തിച്ചു നൽകിയതും വേണ്ടവർക്ക് കൈമാറുന്നതുമെല്ലാം യാസർ ആയിരുന്നു. സിനിമ PR കമ്പനിയായ ഒബ്സ്ക്യൂറ എന്റർടൈൻമെന്റ്സിന്റെ ഭാഗമായിരുന്നു യുവതി. ലഹരി കേസിൽ പിടിയിലായതോടെ റിൻസിയെ ഒബ്സ്ക്യൂറ തള്ളിപ്പറഞ്ഞിരുന്നു. റിൻസി 20.55 ഗ്രാം MDMA പിടിച്ചെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. എന്നാൽ പ്രോസിക്യൂഷൻ വാദം തെറ്റാണെന്നും താൻ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുമായിരുന്നു റിൻസി വാദിച്ചത്. ജൂലൈ 9 മുതൽ കസ്റ്റഡിയിലാണെന്നും അതിനാൽ ജാമ്യത്തിന് അർഹതയുണ്ടെന്നും റിൻസി വാദിച്ചു. ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തു. മെത്താഫെറ്റമിൻ ആയതിനാലും വാണിജ്യ അളവിൽ കുറവായതിനാലും NDPS വകുപ്പ് 37 കേസിൽ ബാധകമാകില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. വകുപ്പ് 37 ജാമ്യമില്ലാ കുറ്റമാണ്. ഹർജിക്കാരി ജൂലൈ 9 മുതൽ കസ്റ്റഡിയിലാണ് എന്നതിനാലും വിചാരണ അടുത്തൊന്നും തുടങ്ങാൻ സാധ്യതയില്ല എന്നതിനാലും ഉപാധികളുടെ അടിസ്ഥാനത്തിൽ ജാമ്യം അനുവദിക്കുകയാണെന്നും കോടതി വ്യക്തമാക്കി. സിനിമാ പ്രചരണ മേഖലയിൽ സജീവമായിരുന്ന റിൻസിക്ക് പല ചലച്ചിത്ര പ്രവർത്തകരുമായി ബന്ധമുണ്ട് എന്നതിനാൽ തുടക്കത്തിൽ അന്വേഷണം ആ വഴിക്ക് നീങ്ങിയിരുന്നു. എന്നാൽ തന്റെ പക്കൽ നിന്ന് ലഹരി മരുന്ന് പിടിച്ചെടുത്തിട്ടില്ലെന്നും താൻ നിരപരാധിയാണെന്നുമായിരുന്നു തുടക്കം മുതൽ റിൻസി സ്വീകരിച്ച നിലപാട്.